ഉത്തരപർവ്വത മേഖല പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉത്തര പർവ്വതമേഖലയുടെ നീളം 2400 കിലോമീറ്റർ, വീതി 150 മുതൽ 400 കിലോമീറ്റർ വരെ. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. മടക്കുപർവ്വതങ്ങൾ. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന പ്രക്രിയ വഴിയാണ് മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഇതിന് ഉദാഹരണമാണ് ഹിമാലയം, ആൽപ്സ് പർവ്വതനിരകൾ. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ട്രാൻസ് ഹിമാലയം. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം 3000 മീറ്റർ, വീതി 40 കിലോമീറ്റർ, നീളം 965 കിലോമീറ്റർ. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കേയറ്റത്തുള്ളതും ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു. സിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരകളാണ് ഹിമാചൽ, ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഏറ്റവും തെക്കായിട്ട് വരുന്നത് സിവാലിക് ആണ്, ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഇവിടെ വീതി 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. എന്നാൽ സിവാലിക്കിന് ഏറ്റവും വടക്കായിട്ടുള്ള ഭൂപ്രദേശമാണ് ഹിമാചൽ. ഇത് ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഇവിടെ ശരാശരി ഉയരം 3500 മുതൽ 4500 മീറ്ററും വീതി 60 മുതൽ 80 കിലോമീറ്ററുമാണ്. ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഹിമാദ്രി. ഇത് ഹിമാചലിനും സിവാലിക്കിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 1100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണിത്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി. മഞ്ഞു മൂടപ്പെട്ട പർവ്വതനിരകളാണിവ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഇവിടെയാണ്. ഹിമാദ്രിയുടെ ഉയരം 6100 മീറ്ററും വീതി 25 കിലോമീറ്ററുമാണ്. ശിലാമണ്ഡല ഫലകങ്ങൾ. ഭൂവൽക്കവും മാന്റിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്നും വിളിക്കുന്നത്. ഇവ വൻകരാഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ശിലാമണ്ഡല ഫലകത്തിൻ്റെ കനം 100 കിലോമീറ്റർ ആണ്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ടാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യൂറോപ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊള്ളുന്ന തെഥിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഗിരികന്ധരങ്ങൾ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികൾ സിന്ധു, ഗംഗ, സത്ലജ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അഥവാ ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയാണ് ഹിമാലയത്തെ പ്രാഥമിക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നത്. അങ്ങനെയാണ് പടിഞ്ഞാറൻ ഹിമാലയവും മധ്യ ഹിമാലയവും കിഴക്കൻ ഹിമാലയവുമായിട്ട് ഹിമാലയത്തെ തരംതിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ സിന്ധു, കാളി. മധ്യ ഹിമാലയം കാളി, ടീസ്റ്റ. കിഴക്കൻ ഹിമാലയം ടീസ്റ്റ, ബ്രഹ്മപുത്ര. സിന്ധു, കാളി, കാളി, ടീസ്റ്റ, ടീസ്റ്റ, ബ്രഹ്മപുത്ര. കാശ്മീർ ഹിമാലയം. ജമ്മു കാശ്മീർ,
ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപാഞ്ചൽ എന്നിവ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ 8611 കിലോമീറ്റർ കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ ഹിമാലയത്തിന്റെ വിസ്തൃതി 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിന്റെ നീളം 700 കിലോമീറ്റർ, വീതി 500 കിലോമീറ്റർ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് കെ2. ഇത് കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8611 മീറ്റർ ആണ് മൗണ്ട് കെ2. സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. സിന്ധു നദിയെയും അതിൻ്റെ പോഷക നദികളായ രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഹിമാനികളാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് ചുരങ്ങളാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. പീർപാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ബനിഹാൽ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. സിയാച്ചിൻ ഹിമാനി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ. ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ദാൽ തടാകത്തിലെ ഷികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ശൈത്യകാലയളവിൽ മഞ്ഞു മൂടപ്പെട്ട മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. ഹിമാചൽ ഹിമാലയം. പ്രധാനമായും ഹിമാചൽ സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദിയാണ് ചിനാബ്, രവി, ബിയാസ്. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഈ പ്രദേശത്തെ പർവ്വതനിരകളാണ് ദൗളത്, പീർപാഞ്ചൽ എന്നിവ. പർവ്വതഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഇതിൽ ചിലതാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച ചുരവും കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന രോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. ഹിമാചൽ ഹിമാലയം രവി, ചിനാബ്, ബിയാസ് എന്നീ നദികളുടെ ഒഴുക്കിനെ തുടർന്നാണ് രൂപപ്പെടുന്നത്. ഇവിടെയുള്ള പർവ്വതനിരകളാണ് ദൗളധർ, പീർപാഞ്ചൽ. ഇവിടെ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങളാണ് ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ. ചുരങ്ങൾ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബാരാലാച്ച ചുരവും കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ മേഖലയുമായിട്ട് വേർതിരിക്കുന്ന രോഹ്താങ് ചുരവും. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളുമാണ് ഷിംല, മണാലി എന്നിവയെയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാക്കിയത്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ചൂടുനീരുറവകൾ കാണപ്പെടുന്നു. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂടുനീരുറവകൾ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂടുനീരുറവകൾ കാണാം. ഇതിന് ഉദാഹരണമാണ് ന്യൂബ്ര താഴ്വര, മണികരൺ, ഗീർഗംഗ. ചൂടുനീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്.
ഉത്തരാഖണ്ഡ് ഹിമാലയം സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഗംഗ, യമുന നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിറ്റാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. ഉത്തരാഖണ്ഡ് ഹിമാലയം സത്ലജ് നദി മുതൽ കാളി നദി വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ എന്നുമാണ് അറിയപ്പെടുന്നത്. നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗയുടെയും യമുനയുടെയും എല്ലാം ഉത്ഭവസ്ഥാനങ്ങളായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികൾ, അതുപോലെ നൈനിത്താൾ, ഭീംതാൾ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളെല്ലാം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിന് ഉദാഹരണമാണ്. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിനൊരു ഉദാഹരണമാണ്. ഇവിടങ്ങളിൽ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായിട്ട് പ്രയോജനപ്പെടുത്താറുണ്ട്. ദരായ ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഹിമാലയത്തിലെ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ബുഗ്യാലുകൾ. ഇവ ഗഡ്വാൾ മേഖലയിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായിട്ട് മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വരകളിൽ നിന്ന് ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായിട്ട് ബുഗ്യാലിൽ എത്തുന്നുണ്ട്. താഴ്വരകൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലികമായിട്ട് പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം താമസിക്കുന്നു. മഞ്ഞുകാല ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വരകളിൽ താമസിക്കുന്നു. വളർത്തുമൃഗങ്ങൾക്കോടൊപ്പം താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലേക്കും പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങളും ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ-ചൈന അതിർത്തിയും സ്ഥിതി ചെയ്യുന്നത് നാഥുല ചുരവുമെല്ലാം മധ്യ ഹിമാലയത്തിലാണ്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്തു തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംച ബർവ, 7756 മീറ്റർ. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. അരുണാചൽ പ്രദേശിലെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോഡില, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ്. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് കിഴക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പട്കായ് ബൂം, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ടവ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗണ്ട് സെൻട്രം എന്നിവയും പൂർവാഞ്ചൽ കുന്നുകളിലാണ് ഉൾപ്പെടുന്നത്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക്, മണിപ്പൂർ. കേബിൾ ലംജാവോ ദേശീയോദ്യാനം തടാകത്തിലെ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങൾക്കും മണ്ണ് ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളുമാണ് പുംഡി. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംഡികൾ ചേർന്നതാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കുകളാണ്
ഈ നദിക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വീരൂപ താഴ്വരകളും ഗിരികന്ധരങ്ങളും വെള്ളച്ചാട്ടങ്ങളും തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുകയും നദിയുടെ സഞ്ചാരപാതയ്ക്ക് ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്നത്. വീരൂപ താഴ്വര നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടങ്ങളിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീതാഴ്വരകൾ രൂപപ്പെടുന്നു. മാനസ സരോവര തടാകത്തിനടുത്ത് ബോർഗാജു ഹിമാനിയിൽ നിന്നുത്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖിൽ നിന്നുത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. മാനസ സരോവര തടാകത്തിനടുത്ത് ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്നുത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹങ്ങൾ. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായിട്ട് പർവ്വതമണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയും തരിവലുപ്പവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് ഉണ്ടാവുക. താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപവും പ്രധാനമായും കാണപ്പെടുന്നു. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളുമുള്ള മണ്ണാണിവ. ഇത് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. വാർഷിക വർഷപാതം 200 സെന്റിമീറ്ററിലും മുകളിലായതിനാൽ ഇവിടങ്ങളിൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റങ്ങൾ ദൃശ്യമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയവ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വതചരിവുകളിൽ കൂടുതലായി കാണപ്പെടുന്നു. പ്രദേശത്തിന് ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ് ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ഹാം, ലഡാക്കിലെ ഹെമിസ്, ഉത്തരാഖണ്ഡിലെ പൂക്കളുടെ താഴ്വര, ഉത്തരാഖണ്ഡിലെ കോർബറ്റ്, ഉത്തരാഖണ്ഡിലെ രാജാജി ദേശീയോദ്യാനം. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ് സിക്കിമിലെ കാഞ്ചൻജംഗ, അസമിലെ ദ്രിബു-സൈഖോവ, കാസിരംഗ, മാനസ്, മണിപ്പൂരിലെ കേബുൾ ലംജാവോ. ഡാർജിലിംഗ് മേഖലയിലാണ് തേയില കൃഷി കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. 1953 മെയ് 29-ന് ഷെർപ്പ ഡൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിരാലിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസ വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസ സാങ്കേതിക സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. 1953 മെയ് 29-നാണ് ഷെർപ്പ ഡൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിരാലിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. 1953 മെയ് 29-ന്